10 മിനിറ്റിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഞാനും വിശ്വസിച്ചില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പം കാര്യം ശരിയാണ് കേട്ടോ. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നല്ല ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ കടായി അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, മുളക് ഇടുക, കറിവേപ്പില ഇടുക, സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇടുന്ന പച്ചക്കറി എന്ന് പറയുന്നത് സവാള, തക്കാളി, വെണ്ടയ്ക്ക, ഈ 3 മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അത് നന്നായിട്ട് വഴറ്റണം. അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിനുള്ള അത്രയും പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഞാൻ അടുത്തതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവ്. ഞാനൊരു 2 സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. അത് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കുഴച്ച് ഇടുക, കുഴച്ച് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഇതും വഴണ്ട് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇടുക. എന്നിട്ട് അതിന് പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അത് തിളപ്പിക്കുക. മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ കടലമാവ് കലക്കി വെച്ചേക്കുന്ന കടലമാവ് ഇടുക. അത് കുറച്ചെടുത്താൽ വേണ്ടിയിട്ട് നന്നായിട്ട് കുറുകും, അതായത് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണം അല്ലെങ്കിൽ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് അത് ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇത്തിരി ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.